ബസൂക്ക ഡിനോഡ് ഡെന്നീസ് സംവിധാനം ചെയ്ത് മമ്മൂക്ക നായകനായിട്ടുള്ള പുതിയ സിനിമയാണ്. വിഷു റിലീസായിട്ട് ഞാൻ ആദ്യം കാണാനായിട്ട് സെലക്ട് ചെയ്ത സിനിമ ബസൂക്കയായിരുന്നു. സുഹൃത്തായ അനിൻഷായോടൊപ്പം അഞ്ചല് വർഷയിൽ പോയാണ് ഈ സിനിമ കണ്ടത്. എന്നിന്റെ പ്രേക്ഷകന് യാതൊരു രീതിയിലും തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു സിനിമയായില്ല ഇത്. ഈ സിനിമ പലപ്പോഴും കണക്റ്റ് ആവാൻ നല്ല രീതിയിൽ പാടുപെട്ടു. മമ്മൂക്കയുടെ സ്വാഗും സ്റ്റൈലും എല്ലാം നല്ല രീതിയിൽ സിനിമയിൽ എടുത്തിട്ടുണ്ട്. സംവിധായകൻ മമ്മൂക്കയെ വളരെ സ്റ്റൈലിഷ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്ലാമർ പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ബസൂക്ക മമ്മൂക്ക ഫാൻസിന് നല്ല ഒരു ദൃശ്യ വിരുന്നാണ്. പക്ഷേ തിരക്കഥയിൽ ദൗർബല്യമാണ് എനിക്ക് ഈ സിനിമയെ പിറകോട്ടടിക്കുന്നതായിട്ട് തോന്നിയത്. ഗെയിമിംഗ് ആണ് സിനിമയുടെ ഒരു തീം എന്ന് പറയുന്നത്. ഗെയിമിങ്ങിലേക്ക് വരുമ്പോൾ സിനിമയുടെ പല ഭാഗത്തും പല പല ഗെയിമുകൾ, പബ്ജി ഗെയിം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സിനിമയിലേക്ക് പോകുന്നത്. ഗെയിമിനെ കുറിച്ച് അറിയുന്നവർക്ക് കുറച്ചുകൂടെയൊക്കെ കണക്റ്റ് ആകുന്ന രീതിയിൽ പോകാൻ പറ്റും. കുറേ താരങ്ങൾ സിനിമയിലുണ്ട്. മമ്മൂക്കയോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് ഗൗതം വാസുദേവ മേനോൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പുള്ളി നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ ഈ സിനിമയിൽ ഒരു മികച്ച കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. കുറേ താരങ്ങളുണ്ട്. പക്ഷേ തിരക്കഥയുടെ പണ്ട് കാലത്ത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇതിന്റെ ക്ലൈമാക്സോട് എടുക്കുമ്പോൾ വരുന്നത്. ആ ക്ലൈമാക്സ് ഒക്കെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ആ ക്ലൈമാക്സ് ഒക്കെ വളരെ ഫ്രഷ് ആയിരുന്നു. ഒരു ബസ് യാത്രയിൽ മമ്മൂക്കയുടെ കഥാപാത്രം ഹക്കീം ഷായുടെ കഥാപാത്രത്തെ പരിചയപ്പെടുന്നു. തുടർന്ന് നടക്കുന്ന ബസ്സിൽ വെച്ചിട്ട് മമ്മൂക്ക പറയുന്ന ഒരു കഥ, ആ കഥയാണ് സിനിമയുടെ പ്രധാനപ്പെട്ട തീമായിട്ട് മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഇത് പിന്നീട് വലിച്ചു നീട്ടി വലിയ രീതിയിൽ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുന്ന രീതിയിലാണ് സിനിമയുടെ മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത്. ഒരു രീതിയിൽ എൻഗേജ് ആക്കുന്ന സംവിധായകൻ ഇത് കഴിഞ്ഞിട്ടില്ല. മമ്മൂക്കയുടെ സ്റ്റൈലിന് വേണ്ടി സിനിമ കാണുന്നവർക്ക് പോലും ചിലപ്പോഴൊക്കെ ബോറടിക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. ബസ്സിൽ കഥ പറഞ്ഞ ഇക്ക, അതാണ് ബസ്സിക്ക അല്ലെങ്കിൽ ബസൂക്ക എന്ന് അശ്വന്ത് കൊക്കിന്റെ റിവ്യൂൽ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എനിക്കും ഏതാണ്ട് അങ്ങനെയാണ് തോന്നിയത്. പടം കണ്ടു കഴിഞ്ഞിട്ടാണ് കൊക്കിന്റെ റിവ്യൂ കണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി. പിന്നെ തിയേറ്ററിൽ ഇളകി മറിഞ്ഞ ഒരൊറ്റ സീൻ എന്ന് പറയുന്ന ഒരു ഗസ്റ്റ് റോളാണ്. ആ ഗസ്റ്റ് റോൾ തിയേറ്ററിൽ നല്ല രീതിയിൽ ഓളം ഉണ്ടാക്കി. അത് അദ്ദേഹം തന്നെ റിവീൽ ചെയ്തു, ഞാൻ ഈ സിനിമയിൽ ഉണ്ട് എന്നത് മറ്റാരുള്ള നമ്മുടെ ആറാട്ടണ്ണനാണ്. ആ രംഗമാണ് തിയേറ്ററിൽ അല്പമെങ്കിലും ചലനമുണ്ടാക്കിയത്. ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഉറക്കം വന്നുകൊണ്ടിരുന്ന ആൾക്കാരെയൊക്കെ ഉണർത്തുന്ന ഒരു രംഗമായിരുന്നു ആറാട്ടണ്ണന്റെ എൻട്രി എന്ന് പറയുന്നത്. അത് പക്ഷെ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ ആ റോള് അല്ലാതെ നോക്കുമ്പോൾ ആറാട്ടണ്ണന്റെ ആ നെഗറ്റീവ് ഇമേജ് ആണ് അവിടെ നോക്കിയത്. അല്ലാതെ നോക്കുമ്പോൾ ആ റോളും വളരെ മോശം ഒരു റോളാണ്, മോശം ഒരു ക്യാരക്ടറൈസേഷൻ ആണ്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഇതിന്റെ ക്യാമറയൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല സ്റ്റൈലിഷ് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അതിലെല്ലാം വലിയ രീതിയിൽ വിജയവും കൈവരിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തിയേറ്ററിൽ പോയി ആസ്വദിക്കേണ്ട ഒരു സിനിമയൊന്നും അല്ല. എങ്കിലും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതുവരെ ബൈ ബൈ.